ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ച് രാത്രി ഹോൾഡ് ഇരിക്കുകയാണ്. സുധീഷ് തന്റെ പോക്കറ്റിൽ നിന്നും പണം എടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നു, നിധി ദാ എന്റെ ഈ മാസത്തെ ശമ്പളം നിനക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാ വിചാരിച്ചത്, പക്ഷെ കയ്യില് കാശായിട്ട് തരുമ്പോഴല്ലേ ഒരു ഫീല്, അതാ ഞാൻ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷിന്റെ കയ്യിൽ നിന്നും ആ ക്യാഷ് വാങ്ങുകയാണ് നിധി. സുധീഷ് പറയണ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചോണ്ട് പോയിക്കോളാം, വീട്ടു ചിലവൊക്കെ ഇനിയും നിധി തന്നെ നോക്കിയാൽ മതി. എന്താ സുഭാഷ് ഏട്ടാ, ഓക്കെ അല്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഓക്കെ ആടാ, ഇത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഇരുന്നതാ. ഇനി നിധിയാ ഈ വീടിന്റെ ചിലവൊക്കെ നോക്കാൻ പോകുന്നത്. നോക്ക്, എന്നെ പറ്റിക്കുന്നത് പോലെ നിങ്ങളാരും നിധിയെ പറ്റിക്കാൻ ശ്രമിക്കരുത്. എന്താ സുഭാഷ് ഏട്ടാ ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ പോയി ഒരു ബുക്ക് എടുത്തോണ്ട് വരാം, കൈയോടെ കണക്ക് നോക്കാം. ശരി മോളെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ അപ്പൊ നമ്മളും പണം കൊടുക്കണ്ടേ? അപ്പൊ സുഭാഷ് പറയണ, പിന്നെ നീ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പം വീട്ടു ചെലവിന് നീയും പണം കൊടുക്കണ്ടേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടന് മാസാമാസം ശമ്പളം വരുന്നു, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ വരുന്നേ? അപ്പൊ സുധീഷ് പറയണ, എനിക്ക് മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ ശമ്പളം കിട്ടുന്നത്, പക്ഷെ നിനക്ക് എല്ലാ ദിവസവും ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. നീ ഡെയിലി സമ്പാദിക്കുന്ന പണം നിധിയുടെ കൊണ്ട് കൊടുക്ക്, നിനക്ക് പണം വേണമെങ്കിൽ നിധിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചാൽ മതി. സുധീഷ് ഏട്ടൻ അങ്ങനെയാണോ കൊടുത്ത്? എനിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ നികേഷ് സുധീഷിന്റെ പേഴ്സ് എടുത്ത് നോക്കുകയാണ്. ഇതിനകത്ത് 500 രൂപ നോട്ടുകൾ ഇരിക്കുന്നത് കണ്ടില്ലേന്ന് നികേഷ് പറയുമ്പോൾ അത് വാങ്ങി സുധീഷ് പറയണ, ഇതെല്ലാം കമ്പനി കാശാടാ. ഹരീഷേട്ടാ സുധീഷ് ഏട്ടന്റെ കാശല്ല കേട്ടോ, കമ്പനിയുടെ കാശാ, വിശ്വസിച്ചു. തുടർന്ന് നിധി ഒരു ബുക്ക് എടുത്ത് അവിടേക്ക് വന്നിരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ നിധി, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് ശമ്പളം കിട്ടുന്നത്, ഇത് ഈ ആഴ്ചത്തെ ശമ്പളം. അപ്പൊ സുധീഷ് പറയണ, എടാ ഹരീഷേ, സുഭാഷ് ഏട്ടൻ കണ്ടില്ലേ നിനക്ക് മുമ്പേ കൊടുത്ത് നല്ല പേര് വാങ്ങിയത്? അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, ഏട്ടത്തി എനിക്ക് ഡെയിലി വരുമാനമാണുള്ളത്, ഇത് ഇന്നത്തെ ഷെയർ, താങ്ക് യു ഹരീഷ് എന്ന് പറഞ്ഞ ആ പണം വാങ്ങുകയാണ് നിധി. നിധി അതെല്ലാം ബുക്കിൽ എഴുതി വെക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു, മൊത്തം 50,000 രൂപയുണ്ട്. സുഭാഷ് ഏട്ടാ വീട്ടിലെ ചിലവ് എന്തൊക്കെയാണെന്ന് പറ, എത്ര രൂപയാകും ഒരു മാസം? അപ്പൊ സുഭാഷ് പറയണ, മോളെ അങ്ങനെ കണക്ക് നോക്കിയൊന്നും വാങ്ങാറില്ല, ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലേക്ക് എന്താണോ ആവശ്യം അത് വാങ്ങും, അതപ്പം എന്താ വാങ്ങുന്നത് ഏതാ വാങ്ങുന്നത് അതിന് കണക്കും കാണില്ല. അപ്പൊ നിധി ചോദിക്കണ, പിന്നെ എങ്ങനെ സുഭാഷ് ഏട്ടാ സേവ് ചെയ്യുക? നമുക്ക് എത്ര പണം വരുന്നോ അതെങ്ങനെയൊക്കെ ചിലവായി പോകുന്നു അതിനൊരു കണക്ക് വേണ്ടേ? ഇതുവരെ ഉള്ളത് പോട്ടെ, ഇനി പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ഒക്കെ വെച്ച് ചിലവ് നടത്താം. ശരി മോളെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഒരു മാസത്തേക്ക് ഇവിടെ എത്ര ചിലവാകുമായിരിക്കും? അടുക്കളയിലേക്ക് എത്ര ചിലവ് വരും സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയുന്നു, ചിക്കനും മറ്റു സാധനങ്ങളും എല്ലാം വാങ്ങുമ്പോൾ ഒരാഴ്ചത്തേക്ക് 2000 രൂപയാകും, അപ്പം ഒരു മാസത്തേക്ക് 8000 രൂപ. നിധി ചോദിക്കുന്നു, കറണ്ട് ബില്ല് എത്രയാകും സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയണ, 2 മാസം കൂടുമ്പോൾ 1500 രൂപ. ഇവര് ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യാറില്ല, അതുകൊണ്ടാ 1500 രൂപ വരുന്നത്. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുമായിരുന്നെങ്കിൽ അതിൽ കുറവേ വരത്തുള്ളായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ നേരത്തെ 1500 രൂപ, ഇപ്പൊ റൂമിൽ AC ഉണ്ടല്ലോ, അപ്പൊ കൂടുതലേ വരത്തുള്ളൂ. ഇത് കേട്ട് സുഭാഷ് പറയണ, അത് ശരിയാണല്ലോ, അത് മറന്നുപോയി, അപ്പൊ ഒരു 3000 രൂപ കറണ്ട് ബില്ല് വരാൻ സാധ്യതയുണ്ട്. ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ, അത്രയും മതിയായിരിക്കും സുഭാഷ് ഏട്ടാ, നിധി ഇപ്പം ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ AC ഇടത്തില്ല, ഞാൻ AC ഇടാൻ ചെന്നാൽ സമ്മതിക്കത്തുമില്ല. 3000 രൂപ എഴുതിക്കോ നിധി, വേറെ എന്ത് ചിലവാ ഉള്ളത് സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുമ്പോൾ എല്ലാവരും ചിലവുകളൊക്കെ പറയുകയാണ്. തുടർന്ന് നിധി പറയുന്നു, ഇപ്പം ചിലവൊക്കെ കഴിഞ്ഞ് കയ്യില് 35,000 റുപ്പീസ് ഉണ്ട്, ഇനി മാസം മാസം വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. ഈ മാസം ഈ 35,000 രൂപ വെച്ച് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിയാലോ? എന്താ വാങ്ങുക? ഒന്ന് ആലോചിച്ച് സുഭാഷ് ചോദിക്കണം, മോളെ ഫ്രിഡ്ജ് വാങ്ങിയാലോ? ശരിയെന്ന് നിധിയും സുധീഷും പറയുമ്പോൾ നികേഷ് പറയണ, സുഭാഷ് ഇടാ ഫ്രിഡ്ജ് അടുത്ത മാസം വാങ്ങാം, ഈ മാസം TV വാങ്ങിയാലോ? ഫോണില് സിനിമ കണ്ട് കഴുത്തൊക്കെ വേദന എടുക്കുന്നു, TV ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് സിനിമയൊക്കെ കാണാലോ. എടുത്തി പ്ലീസ് സുഭാഷ് ഇടാ ഒന്ന് സമ്മതിക്ക്, നമുക്ക് TV വാങ്ങാം. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ശരി മോളെ അപ്പം TV വാങ്ങാം. നിധി ചോദിക്കുന്നു, സുധീഷ് TV ഓക്കെ അല്ലേ? അപ്പൊ സുധീഷ് പറയണ, ഓക്കെ നിധി, അവൻ ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ. നിധി ചോദിക്കുന്നു, ഹരീഷ് എന്താ ഒന്നും പറയാത്തത്, TV ഓക്കെ ആണോ? അപ്പൊ ഹരീഷ് പറയുന്നു, എനിക്ക് ഓക്കെ ഏട്ടത്തി. അപ്പൊ നിധി പറയണ, അപ്പോ ഈ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഫ്രീ ആകണം, നമുക്ക് പോയി TV വാങ്ങാം. കൈകൊട്ടി സന്തോഷത്തോടു കൂടി നികേഷ് പറയണ, സൂപ്പർ സുഭാഷ് ഏട്ടാ, നമ്മുടെ വീട്ടിലേക്ക് പുതിയ TV വാങ്ങാൻ പോകുന്നു. ഹരീഷ് ഏട്ടാ, സുധീഷ് ഏട്ടാ, ഏട്ടത്തി, നമുക്ക് എല്ലാവർക്കും ഇനിയും ഒരുമിച്ചിരുന്ന് TV കാണാം. സുഭാഷ് ഏട്ടാ താങ്ക് യു എന്ന് പറഞ്ഞ് നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഞാൻ ഫോണിൽ നോക്കട്ടെ എങ്ങനെയുള്ള TVയാ വാങ്ങണ്ടേന്ന്. അപ്പൊ ഹരീഷ് പറയണ, അവന്റെ സന്തോഷം കണ്ടില്ലേ? അപ്പൊ നികേഷ് പറയണ, നമ്മുടെ വീട്ടിൽ TV വാങ്ങാൻ പോകുകയല്ലേ, സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? തുടർന്ന് നികേഷും ഹരീഷും വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരികയാണ്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ പറഞ്ഞു വിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ സുഭാഷ് പറയുന്നു, അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്ക്, ഞാനിപ്പോ വരാം. സാധനങ്ങൾ കൊണ്ടുവച്ച അവിടേക്ക് വരുന്ന നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ പറയാൻ മറന്നുപോയി, വഴിയില് 1-2 TV ഷോറൂം കണ്ടു, വലിയ TV ഒക്കെ ഉണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, ഇതുവരെ ആ കടയൊന്നും എന്റെ കണ്ണിൽ കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ല. TV വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോഴേ വഴിയിലെല്ലാം TV ഷോറൂമാ കാണുന്നേ. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ വണ്ടി കയറിയപ്പോ മുതൽ ഏത് TV വാങ്ങണം, എത്ര ഇഞ്ച് വാങ്ങണം, ഏത് ബ്രാൻഡിന്റെ വാങ്ങണം, ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടാ വന്നത്. ഇത് കേട്ട് നിധി പറയണ, നല്ല കാര്യമാണല്ലോ ഹരീഷ്, ഏതാ നല്ല ബ്രാൻഡ്, നല്ല ലൈഫ് ഉള്ളത് ഏതിനാണ്, അങ്ങനെ അനലൈസ് ചെയ്ത് വേണ്ടേ വാങ്ങാൻ. അത് കേട്ടിത്തീന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, എടാ ഈ ഉത്സാഹം നീ ഒരു ദിവസമെങ്കിലും പഠിപ്പിൽ കാണിച്ചിട്ടുണ്ടോ? അത് ശരിയാണെന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയണ, എന്ത് ചെയ്യാനാ, എന്റെ ചേട്ടന്മാരെ പോലെയല്ലേ ഞാനും ആകാൻ പറ്റും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, ഇതിന്റെ ആവശ്യമുണ്ടോ സുധീഷ് ഏട്ടാ? അപ്പൊ സുധീഷ് ചോദിക്കണ, എന്താ നീ അവന്റെ ചേട്ടനല്ലേ? അവൻ നമ്മളെ എല്ലാവരെയും കൂടിയാ പറഞ്ഞേ. നികേഷ് നീ എന്നെ കൂടിയാണോ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, അല്ല സുഭാഷ് ഏട്ടാ. അപ്പൊ നിധി ചോദിക്കാണ്, ശരി TV വാങ്ങാൻ നമ്മൾ എപ്പോഴാ പോകുന്നത്? അപ്പൊ നികേഷ് പറയുന്നു, എടുത്തി എപ്പോ പോകാനോ ഓക്കെയാ. പുഞ്ചിരിച്ച് നിധി പറയുന്നു, ശരി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് TV വാങ്ങാൻ പോയാലോ? പോകാൻ പോളേന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കണ്ട, സുഭാഷ് ഏട്ടാ TV വാങ്ങിയിട്ട് നമുക്ക് കൈയോടെ എടുത്തോണ്ട് വരാൻ പറ്റില്ലേ? ഇത് കേട്ട് സുധീഷ് പറയണ, അത് ഡെലിവറി ചെയ്യാൻ വലിയ സാധനമൊന്നുമല്ലല്ലോ, നമ്മുടെ വണ്ടിയിൽ വെച്ച് എടുത്തോണ്ട് വരാം. ഇതൊക്കെ ഒരു ചോദ്യമാണോടാ? തുടർന്ന് അവിടേക്ക് വന്ന രണ്ടുപേര് പറയുകയാണ്, സർ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് പറഞ്ഞ് കോള് ചെയ്തായിരുന്നു, ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാനാ വിളിച്ചേ, നിങ്ങൾ കേറി വാ. എന്തിനാണ് ഇതൊക്കെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, TV മാത്രം വാങ്ങിയാ മതിയോ സുഭാഷ് ഏട്ടാ, ഇന്റർനെറ്റ് കണക്ഷനും കൂടി വേണ്ടേ? ഇത് കേട്ട് നികേഷ് പറയണ, സുധീഷ് ഏട്ടാ TV വാങ്ങിയതിനു ശേഷം ഞാനിത് സുധീഷ് എന്നോട് പറയാൻ വേണ്ടി ഇരുന്നതാ, അതിനു മുമ്പേ സുധീഷ് ഏട്ടൻ ചെയ്തല്ലോ. സുഭാഷ് ഏട്ടാ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുധീഷ് ഏട്ടന് നല്ല ഉത്തരവാദിത്വം ഉണ്ടല്ലേ? ഇത് കേട്ട് നികേഷിനെ നോക്കിയിട്ട് സുധീഷ് പറയണ, ഇവിടെ ആ കണക്ഷൻ തരേണ്ടത്. അവർ പറയുന്നത് ശരി, നിങ്ങള് പാക്കേജ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. തുടർന്ന് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുകയാണ് അവർ. സന്തോഷത്തോടു കൂടി ഫോണിൽ നോക്കി നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ലൈൻ കിട്ടുന്നുണ്ട്, സൂപ്പർ, കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞ് സുധീഷിന് കൈ കൊടുക്കുകയാണ് നികേഷ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും ഹരീഷും. തുടർന്ന് ഭാസ്കരൻ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ അവിടേക്ക് വന്ന രണ്ടുപേർ ഭാസ്കരന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, താൻ വണ്ടി വാങ്ങിയില്ലേ? EMI അടക്കത്തുമില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തുമില്ല, താൻ എന്താ വിചാരിച്ച് ഞങ്ങളെ ചതിക്കാനാണോ? ഭാസ്കരൻ ചോദിക്കുന്നു, ചതിക്കാനോ? ചതിക്കാൻ തീരുമാനിച്ചവൻ ഇങ്ങനെ റോഡിലൂടെ ഇറങ്ങി നടക്കുവോ? നിങ്ങളും കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ കൺമുന്നിലൂടെയല്ലേ ഞാൻ അങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നേ. പറയുന്ന കേട്ടാ തോന്നുമല്ലോ നിങ്ങൾ എനിക്ക് ചുമ്മാതെയാ ലോറി തന്നേന്ന്. 3 ലക്ഷം രൂപ പണം വാങ്ങിയിട്ടല്ലേ വണ്ടി തന്നത്? അയാൾ പറയുന്നു, അഡ്വാൻസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വണ്ടി തന്നത് മാസം പണം അടയ്ക്കുമെന്നുള്ള വിശ്വാസത്തിലാ. 2 മാസത്തെ പണം അടച്ചിട്ടില്ല, ഫോൺ എടുക്കത്തുമില്ല. വഴിയിൽ വെച്ച് കണ്ട് സംസാരിച്ചപ്പോൾ അഹങ്കാരത്തോടു കൂടി എതിർത്ത് സംസാരിക്കുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, ഒന്ന് പോടോ, ഞാൻ എന്താ ഈ നാട് വിട്ട് ഓടിപ്പോയോ? അവരിൽ ഒരാൾ പറയുകയാണ്, സംസാരിക്കുന്നത് കേട്ടില്ലേ, ഇതുകൊണ്ടാ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും വണ്ടി കൊടുക്കരുതെന്ന്. അയാളുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ഭാസ്കരൻ ചോദിക്കുന്നു, താൻ എന്താടോ പറഞ്ഞത്? ഇതുപോലെയുള്ള ആൾക്കാർക്ക് വണ്ടി കൊടുക്കരുതെന്നോ? കൈ എടുക്കണമെന്ന് അയാൾ പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, താൻ എന്താ പറഞ്ഞു വരുന്നത്? നീ കടം തന്നതുകൊണ്ട് നീ മുതലാളിയും ഞാൻ അടിമയാണെന്നോ? എന്ത് വേണമെങ്കിലും പറയാമെന്നാണോ? മര്യാദയ്ക്ക് സംസാരിച്ചാൽ ഈ ഭാസ്കരനും മര്യാദയ്ക്ക് സംസാരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോകും. നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, ഈ ഭാസ്കരൻ എങ്ങനെയുള്ള ആളാണെന്ന് അവര് പറഞ്ഞു തരും. അയാൾ പറയുന്നത്, ദേ നോക്ക്, നിങ്ങളോട് വഴക്കുണ്ടാക്കാനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾക്ക് 2 മാസത്തെ തവണ എടുത്തു വെക്ക്, അത് വാങ്ങി ഞങ്ങൾ പൊയ്ക്കോളാം. ഇത് കിട്ടിയ ഭാസ്കരൻ ചോദിക്കുന്നു, എടോ കൈ വെച്ചിട്ട് തരാതിരിക്കുന്നതാണോ? എന്റെ കയ്യിൽ ഇപ്പം പണമില്ല, റെഡിയാക്കി വേണം തരാൻ, അതിന് കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യേ. അയാൾ പറയുന്നു, ഇപ്പൊ തന്നെ നിങ്ങള് 2 മാസമായിട്ട് പണം അടയ്ക്കുന്നില്ല, ഇനി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലോറി ഞങ്ങൾ എടുത്തോണ്ട് പോകും. ഇത് കിട്ടിയ ഭാസ്കരൻ ചോദിക്കണ, ഓ വണ്ടി എടുക്കുവോ നിങ്ങള്? അതിലൊന്ന് തൊട്ട് നോക്ക്, അതിപ്പോ എന്റെ വണ്ടിയാ, ഈ ഭാസ്കരന്റെ വണ്ടി, വണ്ടിയെ തൊട്ട് കൈ വെട്ടും ഞാൻ. ഇത് കിട്ടിയ അയാൾ പറയണേ, ദേ നോക്ക്, ഈ വിരട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട, കാശ് തന്നില്ലെങ്കിൽ ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകും. ഭാസ്കരൻ ചോദിക്കാണ്, 3 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ, അത് നിങ്ങൾക്ക് കാശായിട്ട് തോന്നിയില്ലേ? അയാൾ പറയുന്നു, ഇതൊന്നും കേട്ട് ഞങ്ങൾ പേടിക്കില്ല, വണ്ടിയുടെ മറ്റൊരു കീ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വന്ന വണ്ടി എടുത്തോണ്ട് പോകും, അങ്ങനെ കൊണ്ടുപോകണ്ടെങ്കിൽ ഇന്ന് തന്നെ 2 മാസത്തെ കാശ് അടയ്ക്കണം. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾ പറയുന്ന സമയത്തൊന്നും എനിക്ക് പണം അടയ്ക്കാൻ പറ്റില്ല, പണം എപ്പോ കിട്ടും അപ്പൊ ഞാൻ അടയ്ക്കും, അതുവരെ വെയിറ്റ് ചെയ്യണം, അതിനു മുമ്പേ വണ്ടി എടുക്കാനായി വീടിന്റെ ഭാഗത്തേക്ക് അങ്ങനെ കണ്ടാൽ കൈയും കാലും ഞാൻ തല്ലിയൊടിക്കും. ഭാസ്കരൻ പറഞ്ഞാൽ പറഞ്ഞതാ, പണം അടയ്ക്കുമെന്ന് പറഞ്ഞാൽ അടച്ചിരിക്കും. ഭാസ്കരൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഒരാൾ പറയുകയാണ്, ഇതെന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്? കൂടെയുള്ള ആൾ പറയുന്നു, അയാളൊരു കള്ളുകുടിയനാ, ഇവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഇയാളുടെ മക്കൾക്കും ഉത്തരവാദിത്വം ഉള്ളതല്ലേ, നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാം, ഇന്ന് 2 മാസത്തെ പണം അടച്ചില്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോണം, നമ്മളെ വിരട്ടാറായോ അവൻ. തുടർന്ന് TV കാണാൻ പോകാൻ ഒരുങ്ങി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നികേഷ്. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കണം, നിനക്ക് എന്താടാ വേണ്ടത്? ഞാൻ വീട്ടിലേക്കല്ലേ വന്നോണ്ടിരിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ എന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നികേഷ് ചോദിക്കുന്നു, നമുക്ക് TV വാങ്ങാൻ പോകണ്ടേ, അതിനാ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നേ. സുധീഷ് എന്നെ ഹരീഷ് ഏട്ടനെ കാണുന്നില്ലായിരുന്നു, അതുകൊണ്ടാ വിളിച്ചത്. ടെൻഷനോട് കൂടി അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, എന്ത് പറ്റിയടാ, ഇവൻ നിന്നെ വിളിച്ചായിരുന്നല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, 8 മിസ് കോള്, പേടിച്ചോടി വരികയായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, സാറ് പുതിയ TV വാങ്ങാൻ പോകാൻ
ഞാൻ വിളിച്ചതാ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, അതിനാണോടാ ഇത്രയും തവണ വിളിച്ചത്? എന്താ ഏതാന്നറിയാതെ ഞാൻ പേടിച്ചുപോയി. നികേഷ് ചോദിക്കുന്നു, നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടോ? 5 മണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് 4:45 ആരെയും കണ്ടില്ല. പങ്ക്ച്വാലിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഹരീഷ് പറയണ, 5 മണിക്ക് പോവാന്ന് പറയുന്ന കരുതി 5 മണിക്ക് തന്നെ പോണമെന്നുണ്ടോ? കടയൊക്കെ 10 മണി വരെ തുറന്നിരിക്കും. അപ്പൊ നികേഷ് പറയണ, അത് ശരിയാകില്ല, രാത്രി ആവുന്നതിന് മുമ്പ് പോണം, എങ്കിലേ ഏത് TV വാങ്ങണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, രാത്രി ആയാലും എന്താ കടയെ വെളിച്ചമില്ലേ? അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ വന്നോ? അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ ലേറ്റ് ആയിട്ട് വന്നതിന് വഴക്ക് കൊടുക്ക്. ഇതെന്താ സുഭാഷ് ഏട്ടാ ഇവൻ ഇങ്ങനെയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, ഒന്നും പറയണ്ടടാ, ഞാൻ സൈറ്റിൽ ജോലി ചെയ്തോണ്ട് നിന്നതാ, എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതാ. നിങ്ങളെ ഇവനാണോ വിളിച്ചേ? അതെ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ അവിടെ വന്ന് എഴുന്നേറ്റ് നികേഷ് ചോദിക്കുന്നു, ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എഴുന്നേക്ക്, നമുക്ക് പോകാം. അപ്പൊ സുധീഷ് പറയണ, എടാ വണ്ടി ഓടിച്ചു വന്ന ടയേർഡായി, ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോകാം. നികേഷ് ചോദിക്കുന്നു, കാറ് നിന്നോണ്ടല്ലോ ഓടിച്ചത്, ഇരുന്നോണ്ടല്ലേ ഓടിച്ചത്, പിന്നെന്താ? വാ സുധീഷ് ഏട്ടാ നമുക്ക് പോകാം. എഴുന്നേക്ക് സുധീഷ് ഏട്ടാ. അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി TV വാങ്ങാൻ പോകണ്ടേ, അതിനെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. സുധീഷ് റെഡി അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷ് പറയുന്നു, ഞാൻ റെഡി നിധി, ദേ നോക്ക്, ഫുൾ എനർജിയിൽ നിൽക്കുക, 4-5 കട കേറി ഇറങ്ങി വേണം TV വാങ്ങാൻ. ഇത് കേട്ട് നികേഷും സുഭാഷും ഹരീഷും സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചമ്മലോടുകൂടി നിൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നികേഷ് ഏത് TVയാ വാങ്ങണ്ടേന്ന് കണ്ടുപിടിച്ചോ? അപ്പൊ നികേഷ് പറയണ, അതിനൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് സുഭാഷ് ഏട്ടാ, ദേ നോക്ക്. അങ്ങനെ ലിസ്റ്റ് കാണിച്ചുകൊണ്ട് നികേഷ് പറയണ, 15,000 തുടങ്ങി 1,00,000 വരെയുള്ള TV ഉണ്ട്. നമ്മള് 35,000 രൂപയ്ക്കകത്ത് നിൽക്കുന്ന TV വാങ്ങാൻ പോകുന്നത് കൊണ്ട് ഞാൻ എല്ലാ ബ്രാൻഡിന്റെയും ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ നമ്മള് 35,000 രൂപയുടെ TV വാങ്ങാനല്ല പോകുന്നത്, TV വാങ്ങിക്കണം, 2 സ്പീക്കർ വാങ്ങണം, TV വെക്കാൻ ഒരു ടേബിളും, ഇതെല്ലാം കൂടി ചേർത്താണ് 35,000 രൂപ ബഡ്ജറ്റ്. സുധീഷ് ചോദിക്കുന്നു, നിധി ടേബിൾ എന്തിനാ? നമുക്ക് ടേബിൾ ഉണ്ടല്ലോ, അതുപോലെ. ഇത് കേട്ട് നിധി പറയണ, അത് ശരിയാണല്ലോ നികേഷ്, ഈ ടേബിൾ ഓക്കെ ആണോ? ഇത് കേട്ട് നികേഷ് പറയണ, ഓക്കെ ഏട്ടതി, അപ്പം ടേബിൾ വാങ്ങുന്ന ചിലവ് മിച്ചം, ആ കാശും കൂടി ചേർത്ത് 43 ഇഞ്ചിന്റെ TV വാങ്ങാം. ഇത് കേട്ട് നിധി പറയുന്നു, അതൊക്കെ നമുക്ക് അവിടെ പോയി തീരുമാനിക്കാം. സുഭാഷ് പറയുന്നു, മോളെ ഞാൻ പോയി പണം എടുത്തോണ്ട് വരാം. ഏട്ടത്തി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നികേഷ് അവിടെ ഇരിക്കുന്ന TV എടുത്തു മാറ്റി ടേബിള് ക്ലീൻ ചെയ്യുകയാണ്. നിധിയും നികേഷിനെ സഹായിക്കുന്നു. സുധീഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, ഈ ഉത്സാഹമൊന്നും ഇവൻ പഠിപ്പിൽ കാണിക്കാത്തത് എന്താ? ഇത് കേട്ട് ഹരീഷ് പറയണ, ഞാനും സുധീഷേട്ടനും കളക്ടർ ആണല്ലോ, അവൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ. സുഭാഷ് അവിടേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഓക്കെ ആണോ? അപ്പൊ സുഭാഷ് പറയണ, ഓക്കെ, പ്ലഗ് പോയിന്റും അവിടെ, വൈഫൈ കണക്ഷനും ഇവിടെ കൊടുത്തിരിക്കുന്നത്. നികേഷ് ഒരു കസേരയൊക്കെ ഇട്ട് അവിടേക്ക് ഇരുന്നിട്ട് പറയുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കി, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പുതിയ പടം നമ്മൾ പുതിയ TVയിൽ കാണുന്നത്, സ്പീക്കറിൽ ഫുൾ വോളിയം ഇട്ട് ഈ പഴയ കസേരയൊക്കെ വലിച്ചെറിഞ്ഞളഞ്ഞ് L ഷേപ്പ് ഒരു സോഫയൊക്കെ ഇട്ട് അതിലിരുന്ന് നമ്മളെല്ലാവരും കൂടി TV കാണുന്നത്. സുധീഷ് പറയണ, എടാ ഈ സെറ്റപ്പില് എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ടല്ലോ, ആ റൂമില് AC ഓൺ ചെയ്തിട്ട് കഥക് തുറന്നിടാം, അപ്പൊ നല്ല തണുപ്പ് കിട്ടും. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ സൂപ്പർ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം. നിധി ചോദിക്കുന്നു, ഇതൊക്കെ എപ്പോ നടക്കാനാ? 5 മണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് 5:30 മണി വരെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണല്ലോ, ഈ TV എപ്പോഴാ വാങ്ങുന്നേ? ഇത് കേട്ട് നികേഷ് പറയണ, സുധീഷ് ഏട്ടാ വാ നമുക്ക് പോകാം. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വീടൊക്കെ പൂട്ടുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി താങ്ക്സ്. സുഭാഷ് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഏട്ടത്തി വന്നതിന് ശേഷമാണ് ഇതൊരു വീടായി മാറിയതെന്ന്. അത് സത്യം, ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ തോന്നാത്തത് ഏട്ടത്തിക്ക് തോന്നിയില്ലേ? ഇപ്പം TV വാങ്ങുന്നു, ഇനി അടുത്തത് സോഫ, പിന്നെ ഫ്രിഡ്ജ്, ഈ വീട് തന്നെ മാറിപ്പോകും. ഏട്ടത്തി താങ്ക്സ്. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ നികേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയണ, എടാ നികേഷ് TV വാങ്ങിച്ച് കാറിൽ കയറുമ്പോൾ നീ കരയല്ലോ, അതിന് സാധ്യതയുണ്ടെന്ന് നികേഷ് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് നികേഷിനെ നോക്കുകയാണ്. ഈ സമയം മദ്യപിച്ച് ലക്ക് കേട്ട് അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. സുധീഷ് പറയണ, ഒരു നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ ഇങ്ങേരുടെ മുഖം കണ്ടിട്ട് വേണോ പോകാൻ? കുടിക്കത്തില്ലെന്ന് സത്യം ചെയ്തിട്ട് ഇയാള് കള്ളു കുടിച്ചിട്ട് വരുന്നത് കണ്ടില്ലേ? മിണ്ടാ നിൽക്കടാന്ന് സുഭാഷ് പറയുമ്പോൾ ബെഡിലേക്ക് വന്നിരുന്ന ഭാസ്കരൻ ചോദിക്കാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നത്? ഹരീഷ് പറയണ, നിങ്ങൾക്ക് വയ്യാതിരിക്കുകയല്ലേ, ഇങ്ങനെ കള്ളു കുടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പോടാന്ന് ഭാസ്കരൻ പറയും. സുഭാഷ് പറയണ, വാടാ നമുക്ക് പോകാം. ഈ സമയം ഭാസ്കരൻ പണം കൊടുക്കാനുള്ള ആൾക്കാർ അവിടേക്ക് വരികയാണ്. ഒരാൾ ചോദിക്കുന്നു, ഈ വീടാണോ? എവിടെ വണ്ടി കാണുന്നില്ലല്ലോ, നമ്മൾ വരുന്നെന്നറിഞ്ഞ് വണ്ടി മറച്ചു വെച്ചതാണോ? ഒരാൾ പറയുന്നു, അറിയില്ല, എപ്പോഴും വണ്ടി ഇവിടെയാണ് ഉള്ളത്, വാ നമുക്ക് ചോദിച്ചു നോക്കാം. സുഭാഷ് എന്താ ചേട്ടാ ഇങ്ങോട്ടൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കാണ്, എന്താ സുഭാഷേ മറന്നുപോയോ? 2 മാസത്തിനുള്ളിൽ പണം തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും EMI-യില് പണം വാങ്ങിയിട്ടില്ലേ? 2 മാസമായിട്ട് EMI പണം വരുന്നില്ല. വഴിയിൽ വെച്ച് പണം എപ്പോ തരുമെന്ന് ചോദിച്ചപ്പോൾ അഹങ്കാരത്തോടു കൂടിയാ നിങ്ങളുടെ അച്ഛൻ സംസാരിക്കുന്നത്. അതാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. സുഭാഷ് പറയണ, ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോവുകയായിരുന്നു, വന്നതിന് ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. മദ്യപിച്ച് ലക്ക് കേട്ട ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ? അയാൾ പറയുന്നു, 2 മാസമായിട്ട് പണം തരാതെ ഞങ്ങളെ ചതിക്കുകയല്ലേ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടതാ. ഞങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ അനാവശ്യം പറയരുത്. ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്, ആര് വേണ്ട
വേണ്ടെന്ന് പറഞ്ഞു. എടാ, ഞാൻ കാണാത്ത പോലീസ് സ്റ്റേഷനും ജയിലും ഒന്നും അല്ലല്ലോ. ഒരു വലിയ കട്ട എടുത്തോണ്ട് വന്ന ഭാസ്കരൻ പറയുന്നു, നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും, പോയി കൊലക്കേസ് കൊടുക്ക്, അപ്പൊ കേസ് സ്ട്രോങ് ആകും. എന്താ ചെയ്തെന്ന് ചോദിച്ച് സുഭാഷ് ഭാസ്കരനെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുമ്പോൾ ഒരു തടിക്കഷ്ണം എടുത്തോണ്ട് വന്ന ഭാസ്കരനെ തല്ലാനായി തുടങ്ങുകയാണ്. അവരിലൊരാൾ തടഞ്ഞുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, എന്താ ഇത്, വീട്ടിൽ കയറി വന്ന് റൗഡിത്തരം കാണിക്കുന്നു? അവർ പറയുന്നു, റൗഡിത്തരം കാണിക്കുന്നത് നിങ്ങളുടെ അച്ഛനാണോ ഞങ്ങളാണോ? 2 മാസമായിട്ട് EMI അടച്ചിട്ടില്ല. ഞങ്ങൾ വന്ന് വണ്ടി എടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് വണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ ഇയാള്. ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി അവരെ തല്ലാനായി വരുമ്പോൾ അവരും ഭാസ്കരനെ തല്ലാനായി വരികയാണ്. ഹരീഷും സുധീഷും സുഭാഷും അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നു. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധിയും നികേഷും. നികേഷ് പറയുന്നു, ഏട്ടത്തി, ഇയാള് കാരണം ഈ വീട്ടിൽ നല്ലതൊന്നും നടക്കില്ല. നിധി പറയുന്നു, അച്ഛാ വീട്, നിങ്ങളോടല്ലേ പറഞ്ഞത് നിർത്താൻ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിധിയെ നോക്കുകയാണ്. അയാൾ പറയുന്നു, ദേ നോക്കു കുട്ടി, കുട്ടിയുടെ അമ്മായിയച്ഛൻ EMIയില് വണ്ടി വാങ്ങിച്ചിട്ട് 2 മാസമായിട്ട് പണം അടയ്ക്കുന്നില്ല. പണം എന്താ അടയ്ക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നു. കുട്ടിയുടെ കൺമുന്നിൽ വെച്ചല്ലേ ഞങ്ങൾ ഇയാളെ അടിക്കാൻ വന്നത്. വണ്ടി എടുത്തോണ്ട് പോകാന്ന് കരുതി ഇവിടെ വന്നപ്പോൾ ഇവിടെ വണ്ടിയില്ല. ദേ നോക്ക്, ഈ നിമിഷം ഞങ്ങൾക്ക് പണം വേണം, ഇല്ലെങ്കിൽ വണ്ടി എവിടെയാണെന്ന് പറ, ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോയിക്കോളാം. അപ്പൊ സുധീഷ് പറയണ, നിങ്ങൾക്ക് വണ്ടിയല്ലേ വേണ്ടത്, ആ ചായക്കടയുടെ മുമ്പിൽ കിടപ്പുണ്ട്, പോയി എടുത്തോണ്ട് പോകും. ഇത് കേട്ട് അവരവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, അവൻ പറഞ്ഞെന്ന് കരുതി വണ്ടി എടുക്കാൻ പോകുമോ നിങ്ങള്? ഞാൻ കാശ് തന്നാ വണ്ടി വാങ്ങിയത്, ചുമ്മാ അതൊന്നും വണ്ടി തരാൻ പറ്റില്ല. അതിലൊരാൾ പറയുന്നു, എടോ, നിങ്ങള് 3 ലക്ഷം രൂപയാ തന്നിരിക്കുന്നത്, വണ്ടിയുടെ വില എന്താണെന്നറിയോ? 8 ലക്ഷം രൂപയാ. പകുതി കാശ് പോലും തന്നിട്ടില്ല. എന്നിട്ട് നിങ്ങളുടെ വണ്ടിയാണെന്ന് RC ബുക്ക് പോലും നിങ്ങളുടെ കൈ വന്നിട്ടില്ല. വണ്ടി കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് കൊടുത്താലുള്ള അവസ്ഥ അറിയാലോ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾക്ക് വിരട്ടാൻ പോലും അറിയത്തില്ലേ? ഇയാളെ കണ്ടാൽ പോലീസിനെ പേടിക്കുന്ന ആളായിട്ടാണോ തോന്നുന്നത്? ചുമ്മാതെ പോലീസ് കംപ്ലൈന്റ് എന്നൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ ചായക്കടയുടെ മുമ്പിൽ വണ്ടി കിടപ്പുണ്ടെന്ന്, ചാവിയാണെങ്കിൽ എടുത്തു തരാം, പോയി എടുത്തോ. ഭാസ്കരൻ പറയുന്നു, നിർത്തടാ, ഇവരാരെങ്കിലും നിന്നോട് ചോദിച്ചോ? ആരെങ്കിലും എന്റെ വണ്ടിയിൽ കൈവച്ചാൽ വിവരം അറിയും. സുഭാഷ് പറയണ, അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, കടമായിട്ട് വണ്ടി വാങ്ങിച്ചാൽ കാശ് ചോദിച്ചു വരും. ചേട്ടാ, എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം, ധൃതി പിടിക്കാതെ. അതിലൊരാൾ പറയണ, വീട്ടിൽ സ്ത്രീകളുണ്ടെന്നൊന്നും വിചാരിക്കില്ല, തരേണ്ട കാശ് തന്നില്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും ഞങ്ങൾ. ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ചേട്ടാ എത്ര തരാനുള്ളതെന്ന് പറ, ഞങ്ങൾ തരാം. ഭാസ്കരൻ ചോദിക്കുന്നു, സുഭാഷ് നീ എന്തിനാ പണം കൊടുക്കുന്നേ? പണം ഒന്നും തരാൻ പറ്റില്ല. നിധി പറയുന്നു, അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് എത്ര പണം തരാനുള്ളത്? അതിലൊരാൾ പറയുന്നു, 2 മാസത്തെ EMI 34,000 രൂപ. ഈ നിമിഷം കാശ് തന്നില്ലെങ്കിൽ വണ്ടി മറന്നേക്ക്. ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാ വണ്ടി മറക്കുന്നത്? ഒരു കല്ലെടുത്ത് നിന്റെ തലയിലേക്ക് ഇട്ടാൽ നീ എല്ലാം മറക്കും. എവിടെ കല്ലെന്ന് ചോദിച്ച് ഭാസ്കരൻ ഒരു കല്ലെടുക്കുമ്പോൾ കല്ല് ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ഹരീഷ് അത് വാങ്ങിച്ച് വലിച്ചെറിയുകയാണ്. ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ, ഇനി മിണ്ടാ നിൽക്ക്. വിഷമത്തോടുകൂടി നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ആ പണം എടുത്തു കൊടുക്ക്. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടുകൂടി നികേഷിനെ നോക്കുകയാണ്. നികേഷ് കണ്ണു നിറങ്ങി നിൽക്കുന്നു. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ TV വാങ്ങാൻ വെച്ചേക്കുന്ന പണം ഇവർക്ക് കൊടുത്ത് ഈ പ്രശ്നം ഒന്ന് തീർക്ക്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അയാള് പറയണ, EMI അടയ്ക്കാനുള്ള പണമില്ല, എന്നിട്ട് കുടുംബമായിട്ട് പോയി TV വാങ്ങുന്നു. ഭാസ്കരൻ പറയണ, എടാ ഞാൻ TV വാങ്ങും, ഫ്രിഡ്ജ് വാങ്ങും, നിങ്ങൾക്ക് 5 പൈസ തരില്ല, പോ. വരുന്ന ദേഷ്യത്തിന് ഇയാളെ ഞാൻ തന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് സുധീഷ് ഒരു കല്ലെടുക്കുമ്പോൾ സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, കല്ല് താഴെ ഇടടാ. ചേട്ടാ, നിങ്ങൾ പറഞ്ഞതുപോലെ 2 മാസത്തെ EMI 34,000 രൂപ, ഇത് വാങ്ങുന്ന പറഞ്ഞ് സുഭാഷ് പണം എടുത്ത് കൊടുക്കാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് എന്തിനാ ഈ പണം എടുത്ത് കൊടുക്കുന്നേ? ഇയാൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കാശ് വേണ്ടാന്ന് വെക്കണോ? സുധീഷ് ഒന്നും മിണ്ടാ നിൽക്കുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയണ, അതല്ല നിധി. അപ്പൊ സുഭാഷ് പറയണ, സുധീഷ് നമുക്ക് പിന്നെ സംസാരിക്കാം, ആദ്യം ഈ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. അങ്ങനെ സുഭാഷ് അവർക്ക് പണം കൊടുക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, നിങ്ങൾക്ക് തൃപ്തിയായല്ലോ, 34,000 രൂപയും കിട്ടി. അവർ പറയുകയാണ്, ഈ പണം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കിടന്ന് പോരാടണം, അടുത്ത 1-ാം തീയതി തന്നെ പണം കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കിട്ടില്ല. ഭാസ്കരൻ ചോദിക്കുന്നു, കള്ളം പറഞ്ഞ പണം മേടിച്ചോണ്ട് പോയിട്ട് ഇനി വണ്ടി എടുത്തോണ്ട് പോകണമെന്ന്. അവർ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. നികേഷ് വിഷമത്തോടുകൂടി വാതിൽ തുറന്ന് അകത്തേക്ക് പോവുകയാണ്. പിന്നാലെ നിധിയും പോകുന്നു. സുധീഷ് ചോദിക്കുന്നു, നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ ഉണ്ടാക്കിയ കടം ഞങ്ങളാണോ തീർക്കേണ്ടത്? ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ കുടുംബമായിട്ട് ഇറങ്ങിയതാ. ഭാസ്കരൻ പറയാണ്, നിങ്ങൾ എന്തിനാ പണം എടുത്തു കൊടുത്തത്? ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നില്ലേ? ഹരീഷ് ചോദിക്കുന്നു, പണം കൊടുക്കാതെ നിങ്ങളെപ്പോലെ നാണം കെട്ടി നിൽക്കണോ? കടം തന്നവൻ ദേഷ്യപ്പെടും. ഒന്നുകിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ച് അവരോട് സമയം ചോദിക്കണം. ഇതൊന്നും പറ്റില്ലെങ്കിൽ കയ്യിലുള്ള 3 ലക്ഷം രൂപ കൊണ്ട് കിട്ടുന്ന വണ്ടി വേണമായിരുന്നു വാങ്ങാൻ. ഞാൻ എന്താ ഓട്ടോ വാങ്ങിച്ച് ഓടിക്കണോന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇതിലും ഭേദം അതാ, ഇങ്ങനെ നാണം കെട്ടി നിൽക്കേണ്ടി വരില്ലല്ലോ. സെക്കൻഡ് ഹാൻഡ് ഓട്ടോ വാങ്ങിച്ച് ഓടിച്ചാ പോരായിരുന്നോ? നിങ്ങൾക്ക് അതൊന്നും വേണ്ടല്ലോ. മൂക്കുമുട്ട കുടിക്കണം, എവിടെയെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾ ആ പ്രശ്നം തീർക്കാൻ നടക്കണം. ഇത് തന്നെയാണല്ലോ ഞങ്ങളുടെ ജോലി. ഒന്ന് പോടാന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് ദേഷ്യത്തോടു കൂടി ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകുന്നു. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയണ, നിധി ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല, സോറി നിധി. അപ്പൊ നിധി പറയണ, സാരമില്ല സുധീഷ്, സുധീഷ് എന്ത് ചെയ്യാനാ? അങ്ങനെ അവർ വിഷമത്തോടുകൂടി നികേഷിനെ നോക്കുകയാണ്. നികേഷിന്റെ കവിളിൽ പിടിച്ച് സുധീഷ് പറയുന്നു, നികേഷ് നീ വിഷമിക്കാതെ, ഇന്ന് നമ്മള് TV വാങ്ങിച്ചില്ലെന്നല്ലേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നമുക്കൊരു TV വാങ്ങാം. സുഭാഷും സുധീഷുമെല്ലാം ഭാസ്കരനെ കുറ്റം
കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നിധി വിഷമത്തോടുകൂടി ഇരിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്